ആകുമെന്നേ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. തന്നുയിർ തന്ന ജീവനാഥൻ എന്നഭയം എന്നാൾ മുഴുവൻ. തന്നുയിർ തന്ന ജീവനാഥൻ എന്നഭയം എന്നാൾ മുഴുവൻ. ഒന്നിനും തന്നിടാമെന്നീരേറെങ്ങും ഓടേണ്ട താങ്ങുവാൻ താൻ മതിയാം, താൻ മതിയാം. ഒന്നിനും തന്നിടാമെന്നീരേറെങ്ങും ഓടേണ്ട താങ്ങുവാൻ താൻ മതിയാം, താൻ മതിയാം. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. കാൽവരിനാഥൻ രക്ഷകൻ കല്ലറയ്ക്കുള്ളോടുങ്ങിയില്ല. കാൽവരിനാഥൻ രക്ഷകൻ കല്ലറയ്ക്കുള്ളോടുങ്ങിയില്ല. മൃത്യുവേ വെന്നവൻ അത്യുന്നതൻ എന്നിൽ കർത്താതി കർത്താവായി വാഴും നാഥൻ, വാഴും നാഥൻ. മൃത്യുവേ വെന്നവൻ അത്യുന്നതൻ എന്നിൽ കർത്താതി കർത്താവായി വാഴും നാഥൻ, വാഴും നാഥൻ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ.
സൺഡൗൺ വർഷത്തിൻ്റെ ആരംഭമായി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് അതിരുകളില്ലാത്ത സ്നേഹം എന്ന പാട്ട്. ഹലോ. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും നാഥനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തെ നിന്നകന്നാലും, ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തെ നിന്നകന്നാലും, അനുകമ്പാത്രമാ ഹൃദയമെപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു. എന്നെയോ മനയായി കരുതുന്നു. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അമ്മയെന്നെ മറന്നാലും ഈ ലോകമെന്നെ വെറുത്താലും, അമ്മയെന്നെ മറന്നാലും ഈ ലോകമെന്നെ വെറുത്താലും, അജഗണങ്ങളെ കാത്തിടുന്നവൻ എനിക്കായി തിരഞ്ഞിടുന്നു. എന്നെയോ മനയായി കരുതുന്നു. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും നാഥനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. വായിക്കാനായി എടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 25. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നു. യഹോവ ഇന്നു മുതൽ എന്നേക്കും തൻ്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. നീതിമാന്മാർ നീതികേടിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കയില്ല. യഹോവ ഗുണവാന്മാർക്കും ഹൃദയ പരമാർത്ഥികൾക്കും നന്മ ചെയ്യണമേ. എന്നാൽ
വളഞ്ഞ വഴികളിലേക്ക് തിരിയുന്നവരെ യഹോവ ദുഷ്പ്രവൃത്തിക്കാരോടുകൂടെ പോകുമാറാകട്ടെ. ഇസ്രായേലിന്മേൽ സമാധാനം വരുമാറാകട്ടെ. ആമേൻ. സൺഡൗൺ വർഷിപ്പിന്റെ ആരംഭ പ്രാർത്ഥനയ്ക്കായി സജ്ജീകരിക്കുന്നു. ഞങ്ങളെ ഏറ്റവും വാത്സല്യമായി സ്നേഹിക്കുന്നു ഞങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല പിതാവ് യേശോപ്പ, ഇന്ന് പ്രഭാതത്തിൽ മുതൽ ഈ സമയം വരെയും അടിയങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ തന്ന കൃപകൾക്കായി നന്ദി പറയുന്നതാക. നല്ലൊരു ശാബസ്കൂൾ ആരാധന അടിയങ്ങൾക്ക് തന്നു, അതിനായി നന്ദി പറയുന്ന കർത്താവെ. അതിനുശേഷം ഒരു ദിവ്യ ആരാധന അടിയങ്ങൾക്ക് തന്ന് ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും അടിയങ്ങൾക്ക് അങ്ങ് ദാനമായി തന്ന എല്ലാ നല്ല നാമങ്ങൾക്കുമായി നന്ദി പറയുന്നതാക. കർത്താവെ, ഞങ്ങളിപ്പോൾ സൺഡൗൺ വർഷിപ്പായി കൂടുന്നു. അപ്പൻ്റെ കൃപ ഞങ്ങളുടെ കൂടെ ഇരിക്കുമാറാകണമേ. വചനം സംസാരിക്കുന്ന മകനോട് കൂടെ അങ്ങ് ഇരിക്കുമാറാകണമേ. കർത്താവെ, അങ്ങേ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു നിന്ന് ഞങ്ങൾക്കിന്ന് വേണ്ടുന്ന ദൂത് അങ്ങ് ആ മകനിലൂടെ അങ്ങ് നൽകുമാറാകണമേ എന്ന് യാചിക്കുന്നു. ഞങ്ങളുടെ സഭയിൽ നിന്നും കടന്നുപോയവരെ അപ്പൻ്റെ പ്രക്കരങ്ങൾ തരുന്നു, അവരെയും കാത്തുകൊള്ളണമേ. കർത്താവെ, ഇന്ന് വരാൻ കഴിയാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. രോഗാവസ്ഥയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടുത്ത ശബത്തിൽ എല്ലാവരും സന്തോഷത്തോടുകൂടെ ഉത്സാഹത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ മടങ്ങി വരുവാൻ അങ്ങ് കൃപ ചെയ്യുമാറാകണമെന്ന് ഞങ്ങൾക്കായി ജീവൻ വെച്ച പൊന്നേശ്വരന്റെ നാമത്തിൽ തന്നെ പിതാവേ. സൺഡൗൺ വർഷിപ്പിന്റെ വചന ശുശ്രൂഷയ്ക്കായി പാസ്റ്ററിനെ ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയതായ ഒരു പകൽക്കാലം നാം ഇതുവരെയും ആലയത്തിൽ ദൈവ നാമമഹത്വത്തിനായി പകൽക്കാലം ശാബസ്കൂൾ ശുശ്രൂഷ, അത് കഴിഞ്ഞ് ദിവ്യാരാധന, തുടർന്നുള്ളതായ മീറ്റിങ്ങിലെല്ലാം നാം ഇതുവരെയും ആയിരുന്നു. ഇപ്പോൾ സൺഡൗൺ ആരാധനയിൽ തിരുവചനം കേൾക്കുവാൻ തക്കവണ്ണം കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ ജനത്തെ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും സത്യദൈവം നമുക്ക് വേണ്ടി നൽകപ്പെടുത്തിയിരിക്കുന്നതായ തിരുവെഴുത്തുകളും തിരുവചനങ്ങളും എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. യാക്കോബിന്റെ ലേഖനം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ എടുത്തവർക്ക് വേഗത്തിൽ വായിക്കാം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 5-6 വാക്യം. അവിടെ സത്യവേദ പുസ്തകത്തിലൂടെ നമ്മോട് എന്താണ് സർവശക്തനായ ദൈവം ഇന്ന് സംസാരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് വായിച്ചു നോക്കാം. നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ. വീണ്ടും അപ്പോൾ അവന് ലഭിക്കും. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് ഉലയുന്ന അല്ലെങ്കിൽ അലയുന്ന കടൽ തിരക്ക് സമൻ. നമുക്കൊരു നിമിഷം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സർവചരാചരങ്ങളുടെയും ഉടയവനും നിത്യനും നീതിമാനും വാഴ്ത്തപ്പെടുന്ന നല്ലവനുമായ ദൈവമേ, അനുഗ്രഹമേറിയതായ ഒരു സന്ധ്യാസമയം വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവെ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. അടിയങ്ങൾ ദൈവമേ കുറവുള്ളവരാണ്, കുറ്റങ്ങളുള്ളവരാണ്. കുറവില്ലാത്ത കുറ്റമില്ലാത്ത ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ ഈ നിമിഷം കർത്താവെ ഏകാഗ്ര ഹൃദയത്തോടെ അതീവ ശ്രദ്ധയോടെ ജാഗ്രതയോടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. കർത്താവെ, ഈ വചനം അങ്ങയുടേത്, അടിയൻ അങ്ങയുടേത്. കേൾവിക്കാരായി ദൈവമേ ഈ ആലയത്തിനുള്ളിലും ശബ്ദപരിധിക്കകത്ത് ഇരുന്ന് കേൾക്കുന്നതുമായ എല്ലാ ജനങ്ങളും അങ്ങയുടേത്. കർത്താവെ, അങ്ങയ്ക്ക് വിരോധമായി, തിരുവചനത്തിന് വിരോധമായി, അടിയന് വിരോധമായി, കേൾവിക്കാർക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന സകല അന്ധകാര ശക്തികളുടെ കെട്ടുകളും പോരുകളും ബന്ധനങ്ങളും അമിക്കയറുകളും അടിമനോങ്ങളും വെള്ളിശാപങ്ങൾ കൺകെട്ടുകളെല്ലാം സർവവും യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൃപയാൽ ഞങ്ങളെ പ്രാരംഭ നിമിഷം മുതൽ അവസാനം വരെയും അനുഗ്രഹിക്കുന്നു. സകലരും ഏകാഗ്ര ഹൃദയത്തോടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കാനുള്ളതായി വിശേഷാൽ കൃപാവരം ഞങ്ങൾക്ക് തരും. സകലതും കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ താഴ്ത്തി പരമേൽപ്പിക്കുമ്പോൾ കൃപയോടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. ഇവിടെ നാം വായിച്ചതായ വേദഭാഗം എന്ന് പറയുന്നത് സംശയം കൂടാതെ ദൈവത്തെ നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ വായിച്ചത് എന്താണ്? നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ
അവൻ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവരായ ദൈവത്തോട് യാചിക്കട്ടെ. അപ്പോ നമ്മൾ ദൈവപരിജ്ഞാനത്തിലായിരുന്നാലും ശരി, ആ, അല്ലാതെ ഉള്ളതായ നമ്മുടെ പൊതുവെ നാം സംസാരിക്കുന്ന അറിയപ്പെടുന്നതായ പലതരത്തിലുള്ള അറിവുകൾ, ഇതൊക്കെ തെറ്റായ രീതിയിൽ നേരായ ദിശയിൽ മാത്രമാണ് നാം പഠിച്ചിട്ടുള്ളത് എങ്കിൽ അത് മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അവരെ ഫൽസിച്ചുകൊണ്ടായിരിക്കരുത്, ശാസിച്ചുകൊണ്ടായിരിക്കരുത്. പകരം എന്താണ്? ശാസന കൂടാതെ എന്ന് ഉദ്ദേശിക്കുന്നതിന്റെ മറ്റൊരു വാക്യമാണ് ഫൽസിക്കാതെ. അതെ, ഓക്കെ. തീർച്ചയായും നമ്മൾ ചെയ്യണം ഈ രീതിയിൽ നാം, അതായത് കേൾവിക്കാർക്ക് അല്ലെങ്കിൽ ആരാണോ ഈ പറഞ്ഞതായ ഒരു വ്യക്തിയുടെ ഉപദേശം കേൾക്കുവാനിരിക്കുന്നത്, ആ വ്യക്തിക്ക് മനസ്സ് വേദനിക്കുന്ന തരത്തിലല്ല, മറിച്ച് തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് മനസ്സിലാക്കുന്ന തരത്തിലും ഹൃദ്യമാകുന്ന തരത്തിലും നമ്മൾ എന്ത് ചെയ്യണം? തുടക്കക്കാരനാണെങ്കിൽ ആ വ്യക്തിയോട് നമ്മൾ എന്ത് ചെയ്യണം? തിരുവചനം പ്രഘോഷിക്കണം എന്നുള്ളത് തന്നെയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നത്. വീണ്ടും അതിലെ തുടർന്നുള്ള വാക്യങ്ങൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഔദാര്യമായി കൊടുക്കുന്നവനായ ഒരു ദൈവം. അപ്പോ ദൈവം എന്തും ഏതും എന്ത് ചെയ്യുന്നു? ഔദാര്യമായിട്ടാണ്. അതായത് നമ്മളോട് തോന്നിക്കുന്ന കരുണ അല്ലെങ്കിൽ ദയ കൊണ്ടുകൊണ്ട് മാത്രമാണ് സകലതും നമുക്ക് ചെയ്യുന്നത് ഔദാര്യമായിട്ട് നൽകിയിരിക്കുന്നത്, അല്ലേ? നമ്മുടെ ഉപജീവന മാർഗങ്ങളായിരുന്നാലും നമ്മുടെ മറ്റ് സമ്പത്തുകളായിരുന്നാലും നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് ആവശ്യമായ എന്തെല്ലാം നന്മകൾ അതെല്ലാം തന്നെ എന്താണ്? ദൈവം, അത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഔദാര്യമാണ്, അല്ലേ? നമ്മളിൽ നിന്ന് എടുത്ത് മാറ്റാൻ സാധിക്കുമോ? പറ്റും. അതാണ് ദൈവം നമ്മളോട് കാണിക്കുന്ന ഔദാര്യം. നമുക്കറിയാം, ഇയ്യോബിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇയ്യോബിനെ പരീക്ഷിക്കപ്പെടുന്നതായ ഒരു അവസ്ഥ പൈശാചിക മുഖാന്തരം ഉണ്ടാകുന്നു. അവിടെ ഇതെല്ലാം ഉണ്ടായിരുന്നതായ സർവ്വസമ്പത്ത് ഉണ്ടായിരുന്ന ഇയ്യോബിന് എന്ത് ചെയ്തു? അത്തരത്തിലുള്ളതായ ഒരു ശോധന അല്ലെങ്കിൽ ഒരു പരീക്ഷണം വന്നപ്പോൾ സകലതും നഷ്ടപ്പെട്ടു. എന്നാലും ദൈവത്തെ തള്ളി പറഞ്ഞു. ദൈവത്തെ ഒരു കാരണവശാലും ഇയ്യോബ് തള്ളി പറയാൻ ഇട വന്നില്ല. എന്തിനേറെ പറയുന്നു, പിന്നത്തേതിൽ നമ്മൾ അവസാനത്തിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇയ്യോബിനെ കുറിച്ച് സാക്ഷീകരിച്ചത് എന്താണ്? നേരുള്ളവനും വിശ്വസ്തനും ഭക്തനും ഒക്കെ ആയിരുന്നു, അല്ലേ? ഇയ്യോബിനെ കുറിച്ച് സാക്ഷി പറയുന്ന മറ്റൊരു വ്യക്തിയല്ല, മറിച്ച് ആരാണ്? ദൈവമാണ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഒരു ശോധന വേളയിൽ താൻ ഒരിക്കലും ദൈവത്തെ തള്ളി പറഞ്ഞില്ല. തന്റെ ഭാര്യ പോലും പലപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട്? തള്ളി പറയാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ട് ഇയ്യോബിനെ. പക്ഷേ എന്നിട്ട് തള്ളി പറഞ്ഞില്ല. എന്നാലോ അവസാനത്തിൽ നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും വചനം നമ്മെ മനസ്സിലാക്കി തരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നഷ്ടപ്പെട്ടതിനേക്കാൾ ഉപരിയായിട്ട് എന്ത് ചെയ്തു? സർവ്വവും സർവ്വശക്തനായ ദൈവം എന്ത് ചെയ്തു? ഇയ്യോബിന് തിരികെ നൽകി എന്ന് മനസ്സിലാക്കി തരുന്നു. അങ്ങനെയാണ് എങ്കിൽ തിരുവചനം പറഞ്ഞത് സംശയിക്കാതെ വിശ്വാസത്തോടെ നമ്മൾ എന്ത് ചെയ്യണം? യാചിക്കണം. അപ്പോ ദൈവത്തിനോട് അല്ലെങ്കിൽ ദൈവത്തോട് നാം അപേക്ഷിക്കുന്നത് അത് യാചനയായിരിക്കണം. യാചനയോടെ നാം ഒരു കാരണവശാലും സംശയിച്ചു കൊണ്ടായിരിക്കരുത്. തരൂലേ? മുമ്പൊരിക്കൽ ഞാനിവിടെ പറയണ്ടായി, എന്താ ഉദാഹരണം പറയണ്ടായി. ഒരു അമ്മൂമ്മ എന്ത് ചെയ്തു? വീട്ടിന്റെ മുറ്റത്തൊരു വലിയൊരു പാറ, അല്ലേ? ആ പാറ കാരണം എന്ത് ചെയ്യുന്നില്ല? അവർക്ക് അപ്പുറത്ത് റോഡിൽ കൂടെ പോണത് വഴി കൂടെ പോകുന്ന ആൾക്കാരെ കാണാൻ പറ്റില്ല. പ്രാർത്ഥിച്ചിട്ട് കണ്ണുറ നോക്കി എന്താണ് വീണ്ടും എന്ത് ചെയ്യുന്നറിയോ? അമ്മച്ചി കണ്ണടച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ടും നോക്കും. എന്താണ് നോക്കിയത്? പാറ എവിടെ ഉണ്ട്, അതോ ഇല്ലയോ? നോക്കിയപ്പോ എന്താണ്? പാറ അവിടെ തന്നെ. അപ്പോഴാണ് പറഞ്ഞത് എന്താണ്?
അല്ലെങ്കിൽ എനിക്കറിയാം ആ പാറ അവിടെ തന്നെ ഇരിക്കുള്ളൂ. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന ദൈവം അംഗീകരിക്കും. സംശയിക്കില്ല. വിശ്വാസത്തോടു കൂടിയുള്ളതായ പ്രാർത്ഥന എന്ത് ചെയ്യും? ദീനക്കാരനെ സൗഖ്യമാക്കും. അല്ലേ? നമ്മൾ വിശ്വസിക്കണം. തീർച്ചയായിട്ടും ഇത് അങ്ങനെ തന്നെയാണ്. ഇവിടെ വീണ്ടും യാക്കോബിന്റെ 2:5 വായിച്ചു നോക്കി. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 2-ാം അധ്യായം അതിന്റെ 5-ാമത് വാക്യം. പ്രിയ സഹോദരന്മാരെ കേൾക്കുന്നു. ദൈവം ലോകത്തിൽ ദരിദ്രരായതായ ആൾക്കാരെ അല്ലെങ്കിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരാക്കി. അല്ലേ? അപ്പോ നമുക്കറിയാം, ഈ യഥാർത്ഥത്തിൽ മറഞ്ഞിരുന്നതായ സത്യങ്ങൾ അറിയാത്തതായ അനേകരുണ്ടായിരുന്നു ഈ ഭൂമിയിൽ. തിരുവചനം അടക്കപ്പെട്ടതായ ഒരു അവസ്ഥ ഉണ്ടായിരുന്ന സമയത്തും അതിനുശേഷം വിവിധ ഭാഷകളിലൂടെ എന്ത് ചെയ്തു? സത്യവേദ പുസ്തകത്തിന്റെ മർമ്മങ്ങൾ പലരും മനസ്സിലാക്കി അറിയുകയും ചെയ്തു. വിറ്റൻബർഗ് ചർച്ചിൽ നവോത്ഥാന നായകനായ മാർട്ടിൻ ലൂതർ എന്ത് ചെയ്തു? 96 അല്ലെ തർക്ക സിദ്ധാന്തം എഴുതി. വിറ്റൻബർഗ് ചർച്ചിൽ എന്ത് ചെയ്തു? ചർച്ചിന്റെ ഡോറിൽ കൊണ്ട് അടിച്ചിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്തു? കാരണം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? മാർട്ടിൻ ലൂതറിനെ കൊല്ലും. അപ്പോ ഒരു തർക്ക സിദ്ധാന്തം വളരെയേറെ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായതാണ്. എന്നാൽ അത് ഒന്നില്ല, മറ്റൊന്നല്ല, രണ്ടല്ല, മൂന്നല്ല എന്ന് മനസ്സിലാക്കി ഇന്നും എന്ത് ചെയ്തു? ഇവിടെ ഇതാ ആയിരക്കണക്കിന് യേശുക്രിസ്തു ഒരു ദൈവം. അല്ലേ? യേശുക്രിസ്തുവിന്റെ പേരിൽ എന്നാ എത്ര ഉള്ളതായ പള്ളികളൊക്കെ പല സ്ഥലത്തും ഉള്ളത് നമുക്കറിയാം. ഇവിടെ ഇങ്ങനെ ക്രിസ്തുവിന്റെ പേരിൽ അനേകം സഭകളൊക്കെ ഉണ്ടാകുമ്പോൾ പോലും ഇവിടെ എന്താണെന്നറിയാമോ? എന്തുകൊണ്ടാണ് പുതിയ പുതിയ സഭകൾ ഇങ്ങനെ ഉണ്ടാകുന്നത്? ദരിദ്രരായിരിക്കുന്ന ആൾക്കാരിൽ അനേകർ ദൈവത്തിന്റെ വചനം എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. ആ അറിഞ്ഞിട്ടില്ലാത്ത ആൾക്കാർ ആദ്യമായിട്ട് അറിയുന്നതായ സമയത്ത് അവരെന്ത് ചെയ്യും? ഈ യേശുവിനെ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? സ്വീകരിക്കുന്നതായൊരു ഇന്നും അനേക രാജ്യങ്ങളിൽ അല്ലെങ്കിൽ അനേക നമ്മുടെ ഇന്ത്യക്കകത്ത് തന്നെ യേശുക്രിസ്തുവിനെ അറിയേണ്ടതായ ഒരുപാട് ഗ്രാമങ്ങളുണ്ട്. അല്ലേ? ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ഇടയിൽ ഇനിയും ചെന്നെത്തിച്ചേരാനുണ്ട്. എന്താണ്? ക്രിസ്തുവിന്റെ വചനം. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞതുപോലെ എന്താണ്? ഒരിക്കൽ ആഫ്രിക്കയുടെ വനാന്തര ഭാഗത്ത് ദൈവത്തിന്റെ വചനവുമായി കടന്നു ചെന്നതായ ഒരു മിഷണറിയും അദ്ദേഹത്തിന്റെ ഭാര്യയും അവർ കടന്നു ചെന്ന സമയത്ത് അവിടെ എന്ത് ചെയ്തു? നരഭോജികൾ ഉണ്ടെന്നുള്ളത് അറിവുണ്ടെങ്കിലും ഇവരാരും അതുവരെ കണ്ടിട്ടില്ലായിരുന്നു. അവിടെ വെച്ച് എന്ത് ചെയ്തു? അവർ ആക്രമിക്കപ്പെട്ടു. നരഭോജികളെല്ലാം ആക്രമിക്കപ്പെട്ടു. എങ്ങനെയോ ജീവൻ കൊണ്ട് തിരിച്ചോടി ആ മിഷണറിയുടെ ഭാര്യ മാത്രം രക്ഷപ്പെട്ടു. മറ്റാളെ കുറിച്ച് ഒരറിയില്ല. അവർ എന്ത് ചെയ്തു? തൊട്ടടുത്ത മറ്റൊരു ഗോത്ര വിഭാഗത്തിൽ അഭയം തേടി. അവർ പക്ഷെ നരഭോജികളല്ലായിരുന്നു, അല്ലാതെയുള്ള ആൾക്കാരാണ്. അവർ പറഞ്ഞു മിക്കവാറും അദ്ദേഹത്തിന് അവർ കൊണ്ടുപോയി. വളരെ വർഷങ്ങൾക്ക് ശേഷം അവരെന്ത് ചെയ്തു? വിശ്വാസത്തിൽ നിന്ന് ഒരിക്കലും അകന്നു പോകാൻ തയ്യാറായില്ല. അവർ മറ്റു രാജ്യങ്ങളിലൊക്കെ സുവിശേഷ വേലയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പോയി ഇരിക്കുന്ന സമയത്താണ് വർഷങ്ങൾക്ക് ശേഷം ഈ ആഫ്രിക്കൻ രാജ്യത്ത് കടന്നു വരണം. അവിടെ ഒരു പുതിയൊരു പള്ളി ഉദ്ഘാടനം ചെയ്യുകയാണ്. ആ പള്ളി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിങ്ങളും പറഞ്ഞാൽ അവർക്ക് ക്ഷണമൊക്കെ ഉണ്ടാവുകയും അവരവിടെ എന്ത് ചെയ്തു? വർഷങ്ങൾക്ക് ശേഷം തന്റെ ഭർത്താവ് മരിച്ച സ്ഥലത്ത് ഇതാ കടന്നു വരികയാണ്. തന്റെ ഭർത്താവ് മരിച്ച സ്ഥലത്ത് ഇതാ കടന്നു വന്നപ്പോൾ അന്ന് കണ്ടതായ പ്രകൃതിയുടേതായ ഭാഗങ്ങളൊന്നും അല്ല. മിക്കവാറും ആ സ്ഥലങ്ങളെല്ലാം എന്ത് ചെയ്തു? വഴികളും റോഡുകളൊക്കെ ഉണ്ടായി തുടങ്ങി. ആരാധനയ്ക്കായിട്ട് പെട്ടെന്ന്
മറ്റും ആ വിഭാഗങ്ങൾ അവിടങ്ങളിലൊക്കെ ഉണ്ടായി. ഇവിടെ താമസിക്കുന്നത് ഇവരുടെ മനസ്സിലൊക്കെ ചിന്തയും എന്താണ്, ഇവിടെ വെച്ചാണ് എൻ്റെ ഭർത്താവിന് എന്ത് ചെയ്തത്, തട്ടിക്കൊണ്ടുപോയി, അതുകൊണ്ട് ആ ആളുകൾ ഇപ്പോൾ ഇവിടെ കാണുമോ എന്നുള്ള ഭയം അവരുടെ ഉള്ളിലുണ്ട്. എങ്കിലും അവർ പുറത്ത് പറഞ്ഞില്ല. കാരണം ഇത്രയേറെ മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ട് അവർക്കൊക്കെ എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് മാത്രം കരുതി. അന്നത്തെ ദിവസം ആരാധനയ്ക്ക് ആയിട്ട് ഈ പള്ളി പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് അകത്ത് കയറി എല്ലാവരും പള്ളിക്കകത്തിരുന്നുള്ളതായ പ്രസംഗത്തിനിടയിൽ ആണ് ഒരു ഈ സഭയുടേതായ സഭാ ശുശ്രൂഷണം ചെയ്ത് സാക്ഷ്യം പറയുകയാണ് ഈ സ്ഥലത്തെക്കുറിച്ചും ഈ നാട്ടിനെക്കുറിച്ചും. അദ്ദേഹം ഈ നാടുമായിട്ട് ബന്ധപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിട്ടുള്ള സമയത്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് അറിയാം, ഈ സ്ഥലത്തിരിക്കുന്ന ഈ ആലയത്തിലെ ഇന്ന് എനിക്ക് ഈ ആലയത്തിലെ പാസ്റ്ററായിട്ട് സേവനമനുഷ്ഠിക്കാൻ ഞങ്ങളുടെ നേതൃത്വം ഞങ്ങളെ അനുവദിച്ച് ഞാൻ അങ്ങനെ ഇവിടെ വന്നിരിക്കുകയാണ്. ഈ വന്നിരിക്കുന്നതായ വിശിഷ്ട അതിഥിയായിരിക്കുന്നതായ ഈ നാടത്തിന് എനിക്ക് അറിയാം. അപ്പോൾ അവർ അത്ഭുതപ്പെടുന്നത് അതെങ്ങനെ അറിയാം? നിങ്ങളുടെ ഭർത്താവിനെ കൊന്നവരുടെ കൂട്ടത്തിലും ആ കൊന്ന ഭർത്താവിന്റെ മാംസം ഭക്ഷിച്ചവരുടെ കൂട്ടത്തിലും ഞാൻ ഉണ്ടായിരുന്നു. നരഭോജിയെ മനുഷ്യ സ്നേഹിയാക്കുന്നതായ ഒരു ദൈവം. ഞങ്ങൾ ആഗ്രഹിച്ച് അന്ന് വന്നോ, എന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയില്ലെങ്കിലും ഇത്രയേറെ ആത്മാക്കളെ നേടിയെടുക്കാൻ എന്ത് ചെയ്തു, ഇതിനൊക്കെ കാരണമായി തീർന്നു. ആ ഒരു സംഭവത്തിന് ശേഷം വീണ്ടും പലർക്കും ഇവിടെ വരാൻ മനസ്സ് ഒരുക്കമുണ്ടായി. അവർ വന്നു, പിന്നീട് സഭ സ്ഥാപിച്ച് അനേകരെ എന്ത് ചെയ്തു, ദൈവത്തിന്റെ വയൽ പ്രദേശങ്ങളിലേക്ക് പിന്നെ അനേകരെ വിശ്വാസികളാക്കി. മാത്രവുമല്ല, ഈ വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്ത് ചെയ്തു, ദൈവവേലയ്ക്കായിട്ടുള്ള ആൾക്കാരെ വരെ എന്ത് ചെയ്തു, ദൈവം ഒരുക്കിയെടുത്തിൽ അവർ ദൈവത്തെ ബന്ധപ്പെട്ടു. ചുരുക്കം ചില സമയങ്ങളോ വർഷങ്ങളോ കൊണ്ട് എന്ത് ചെയ്യും, മനുഷ്യന്റെ മനസ്സിനെ അവന്റെ പ്രവൃത്തികളൊക്കെ എന്ത് ചെയ്യും, മാറ്റിമറിക്കുന്നതായ ഒരവസ്ഥ. മുൻപൊരിക്കൽ ലോഹ ഇട്ടും കൊണ്ട് വയൽപ്രദേശ വേലയിൽ ഒരുമിച്ച് സുവിശേഷ വേലയിലായിരുന്നതായ ഒരു വ്യക്തിയെ വർഷങ്ങൾക്ക് ശേഷം കാണുന്നതെന്തറിയോ, രണ്ട് കാലുകളും നീര് ബാധിച്ച് നടക്കാൻ പറ്റാത്ത രീതിയിൽ റോഡിലോട്ട് നീക്കിയിട്ടുന്നുണ്ട്. ഈ വ്യക്തി 3 തേങ്ങയും 2 കഷ്ണം ചീരയും വെക്കുന്നുണ്ട്. വേറൊരു ചീര കഷ്ണം വെക്കുന്നുണ്ട്. ഈച്ച ആടി 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 ഇരിക്കുന്ന രംഗം ഞാൻ. ആ വ്യക്തിയുടെ ആ ഒരു രംഗം എനിക്ക് വർഷങ്ങൾക്ക് ശേഷം എന്റെ ഹൃദയം വല്ലാതെ മുറിഞ്ഞു. വരുന്നതെന്ന് വരട്ടെ, ആ അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് മറ്റൊന്നും ഞാൻ കൂടുതലൊന്നും ആലോചിക്കാനൊന്നും പോയില്ല. ഈ വ്യക്തിയെ പള്ളിയിലേക്ക് ക്ഷണിച്ചു. പള്ളിയിൽ അദ്ദേഹം തന്റെ വയ്യാത്ത കാലും വർത്താനം പറയാൻ പറ്റാത്ത നാവും കൊണ്ട് വലിച്ചു പള്ളിയിൽ വരും. ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. അദ്ദേഹം വേച്ച് എന്ത് ചെയ്തു, പള്ളിക്കകത്ത് വന്നു. ആദ്യം മനസ്സിലായിരുന്നു. പിന്നെ എന്ത് ചെയ്തു, അദ്ദേഹത്തിന് താല്പര്യം തോന്നി. വചന പഠനത്തിന് വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കി. തന്റെ ഭാര്യയും മക്കളും എല്ലാം തന്നെ എന്ത് ചെയ്തു, വിട്ടുപിരിഞ്ഞുപോയി. തന്റെ സഹോദരിയുടെ ഭവനത്തിൽ മാത്രം അഭയപ്പെടേണ്ടതായ അവസ്ഥ. അവിടെ അതിനേക്കാളും വലിയൊരു രോഗി ഓൾറെഡി ഉണ്ട്, നടുവ് തളർന്ന് കിടക്കുന്ന വേറൊരു വ്യക്തി. ഈ ഒരു അവസ്ഥയിൽ ആ വ്യക്തിയും കൂടെ ഇങ്ങനെ ഇരിക്കുന്നതായ, രാവിലെ ആകുമ്പം ഇതേപോലെ രണ്ടുപേരെയും പെട്ടിയാട്ട വിളിച്ചുകൊണ്ട് ഈ 2 ആൾക്കാരെ കൊണ്ട് ഓടിക്കൊണ്ടിരിക്കും. അവർ ഈ പറഞ്ഞ 2 വർഷം ജീരിയം വെച്ചുകൊണ്ടിരിക്കും. വീണ്ടും വൈകുന്നേരം അടുത്ത ആട്ടം വരും. ഇവർ രണ്ടിനും ഒരു ആട്ടക്കാരൻ തന്നെ ചെയ്യുന്നുണ്ട്. മുതലാളി എന്ത് ചെയ്യും,
ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് ക്രമേണ നടക്കാനുള്ളതായ ഒരു ആവത് ഈ പറഞ്ഞതായ വ്യക്തിക്ക് ഉണ്ടാവുകയും പള്ളിയിൽ കടന്നു വരികയും ചെയ്തു. പള്ളിയിൽ സ്വന്തമായിട്ട് ഞാൻ ആ സമയം എന്ത് ചെയ്തു, ഒരു ലൈബ്രറി ഉണ്ടാക്കി, ഒരു ടീച്ചർ എന്ത് ചെയ്തു, ഒരു സ്റ്റാൻഡ് മാറ്റി വന്നു. ഞാൻ ലക്ഷ്മണ അവിടെ നിന്നൊക്കെ പുസ്തകങ്ങളെല്ലാം കൊണ്ടുവരും ചെയ്തു ഇതിൽ അടുക്കി വെച്ച് നമ്മുടെ എന്നിട്ട് ഈ അങ്ങനെ നമ്മുടെ അഡ്വന്റിസ്റ്റിൻ്റെതായ എല്ലാ പുസ്തകങ്ങളും ക്രമേണ എന്ത് ചെയ്തു, അദ്ദേഹം വായിക്കാൻ തുടങ്ങി, ബൈബിൾ വായിക്കാൻ തുടങ്ങി. നാവിലെ കെട്ടുകളെല്ലാം ബൈബിൾ വായിച്ചതിന് ക്രമേണ അറിയാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ പഴയ സ്റ്റൈലിലേക്ക് തിരിച്ചു വന്നു, നല്ലൊരു ഗായകനായി മാറി. പള്ളിയിൽ തന്നെ ഒരുമിച്ച് ഞങ്ങൾ പാട്ടുപാടി. അദ്ദേഹത്തിന്റെ കാലും കൈയൊക്കെ നല്ല ലെവലായി. ഞാൻ അയാളെ പേരിൽ ഒരു അപേക്ഷ കൊടുത്ത് ഇന്ന് അയാൾ 2 പള്ളിയിലെ പാസ്റ്റർ, അയാൾ 15 പേരെ സ്നാനപ്പെടുത്തി ഇതുവരെ. ഹല്ലേലൂയ. ഇന്ന് അയാൾ 15 പേരിൽ പല ആൾക്കാരെ സ്നാനപ്പെടുത്തി നമ്മുടെ സഭയോട് നമ്മുടെ ഓളം വിഴിഞ്ഞം, അതുപോലെ മുകളിൽ ഒരു സ്ഥലമുണ്ട്, ആ 2 പള്ളിയുള്ള പാസ്റ്റാണ് പോയത്. അദ്ദേഹം ഇവിടുന്ന് താമസിക്കുന്നത്, ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ചുറ്റുപാടാണ് ഇപ്പോഴത്തെ താമസിക്കുന്നത്. ഞാൻ ആരുടെ പറയുന്ന ആളെ പറയും. ഓക്കെ, ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ചുറ്റുപാടാണ് അദ്ദേഹം ഇപ്പോൾ തന്റെ ചോദ്യം വേണ്ടേ. അപ്പൊ എന്തായിരുന്നാലും ശരി, ആ വ്യക്തി എന്ത് ചെയ്തു, അപ്പൊ ആ വ്യക്തി അയാള് അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ കിട്ടി. അതൊരു വിശ്വാസത്തിലുള്ള ചേർന്നത് അവരിലൂടെ അടുത്തെത്തി. അപ്പൊ എന്തായിരുന്നാലും പക്ഷെ എനിക്ക് ഇതിന് സമയം കിട്ടുന്നില്ല. അവിടെ പോയിക്കുന്ന ഇവരെ ശരിയായി വചനം പഠിപ്പിക്കാനുള്ള സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ദൈവം ഇങ്ങനെ അനേകർ ദിനം പ്രതി ചെയ്യുന്നുണ്ട്, അനേകരിലൂടെ ഇടപെട്ടുകൊണ്ട്. കാരണം ഞാൻ ഈ പറഞ്ഞ വ്യക്തികൾക്കൊക്കെ ശരിയായ രീതിയിലുള്ള അവർ ബൈബിൾ പഠിച്ചിട്ടുണ്ട്, പഠനമൊക്കെയാണ്. പക്ഷെ എന്താണ് ശരിയായ നേർരേഖ റൂട്ട് പലപ്പോഴും അവർക്ക് കിട്ടുന്നില്ല. ഇവിടെ ഒന്ന് ദാനിയേലും വെളിപാടൊക്കെ ഒന്നും കൂടെ എന്ത് ചെയ്തു, വായിച്ച് അതിൻ്റെതായ യഥാർത്ഥ സത്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇത്ര നാൾ പഠിച്ചതിനുള്ള അർത്ഥം ഉണ്ടാകുന്നത് ഇപ്പോഴാണെന്നുള്ള തിരിച്ചറിവ് ഇവർക്ക് എന്ത് ചെയ്തു, ക്രമേണ ഉണ്ടാകുന്നത് ഇപ്പോഴാണ്. അപ്പൊ അങ്ങനെയുള്ളതായ ഒരു അവസ്ഥ ഇവിടെ. അതുകൊണ്ട് തന്നോട് പറയുന്നു, ദരിദ്രരായ ഒരു വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് അവൻ എന്ത് ചെയ്യുന്നു, തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്ത രാജ്യത്തിന്റെ അവകാശികളും ആക്കേണ്ടതിന് തിരഞ്ഞെടുപ്പില്ലയോ. ഇങ്ങനെയുള്ളവരെയാണ് സർവശക്ത ദൈവം ചെയ്യുന്നത് പലപ്പോഴും വിളിച്ചു വേർതിരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് യഹൂദന്മാരുടെ ഇടയിൽ മാത്രം ഉണ്ടായിരുന്നതായ ഈ വചന സത്യങ്ങളും വചനമർമ്മങ്ങളും അത് ജാതികളിലേക്ക് ഇതിനെ തിരിച്ചുവിട്ടത്? കാരണം എല്ലാവരിലും ഇത് എത്തണം, അല്ലേ? സകല മനുഷ്യരിലും ദൈവത്തിന്റെ സത്യം എന്ത് ചെയ്യണം, എത്തണം. അതുകൊണ്ട് തന്നെയാണ് ദൈവം ചെയ്യുന്നത്. ഇനിയിപ്പം യഹൂദനെന്നോ യവനെന്നോ അല്ലെങ്കിൽ ജാതി എന്നോ അങ്ങനൊന്നും വ്യത്യാസം ആർക്കില്ല. ജീവനുള്ള ദൈവത്തിന് എല്ലാവരും, മനുഷ്യനായിട്ട് ജനിച്ച വ്യക്തിയാണോ ആ വ്യക്തി എല്ലാം ഈ വചന സത്യം മനസ്സിലാക്കണം. ഈ മർമ്മങ്ങളെ മനസ്സിലാക്കി ദൈവത്തിന്റെ സഭയോട് ചേർന്ന് ദൈവസഭയിലെ അണികളായിട്ട് അവരെല്ലാവരും എന്ത് ചെയ്യണം, മാറേണ്ടത് ആവശ്യമാകുന്നു. എന്നാൽ പലരും എന്ത് ചെയ്യുന്നു, സദൃശവാക്യങ്ങൾ 1-ാം അധ്യായം 29 പോലുള്ള വാക്യങ്ങൾ പറയുന്നത്, അവർ പരിജ്ഞാനത്തെ വെറുത്തല്ലോ യഹോവ ഭക്തി തിരഞ്ഞെടുത്തതുമില്ല. അപ്പോ ദൈവത്തോടുള്ള ഭക്തി എടുക്കാത്തതായ പല ആളുകളുമുണ്ട്, വെറുക്കുന്നതായ ആൾക്കാരുണ്ട്. ലോകപരമായ നന്മകളിൽ മാത്രം, ഭൗമികമായ നന്മകളിൽ മാത്രം അവരുടെ ശ്രദ്ധ പോകുന്നത് കൊണ്ട് പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, ദൈവത്തോടുള്ളതായ യഥാർത്ഥ ഭക്തി അവരിൽ കണ്ടില്ല.
അവർ പരിജ്ഞാനത്തെ എന്ത് ചെയ്തു? വെറുത്തല്ലോ. വീണ്ടും എന്നാണ് പറയുന്നത്, അങ്ങനെയുള്ളവർ നിരസിച്ച് കളഞ്ഞതുകൊണ്ട് അവർ സ്വന്തം വഴിയുടെ ഫലം അനുഭവിക്കുകയും തങ്ങളുടെ ആലോചനകളാൽ തൃപ്തി പ്രാപിക്കുകയും ചെയ്യും. തങ്ങളുടെ ആലോചനകൾ. ഇവിടെ നോക്കണേ, ദൈവത്തിന് ഓരോ വ്യക്തികളെ കുറിച്ചും തക്കതായ സമയത്ത് ചില പല കാര്യങ്ങൾ നടക്കേണ്ടതിന് ഒരു പദ്ധതിയുണ്ട്. ഈ പദ്ധതി എന്ത് ചെയ്യുന്നില്ല, അത് നിറവേറുവാൻ തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മൾ തന്നെയാണ്. എന്തറിയോ? നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു പദ്ധതി എന്ത് ചെയ്യും? തയ്യാറാക്കി വെക്കും. ഞാനൊരു ഉദാഹരണം പറയാം. 100 വർഷം കഴിഞ്ഞാൽ നിനക്ക് എന്ത് ചെയ്യും? 100 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു തലമുറയെ നൽകുന്ന വാഗ്ദത്തമുണ്ട്. ആർക്ക്? അബ്രഹാമിനും സാറയോടും, അല്ലേ? പക്ഷെ അതുവരെ എന്ത് ചെയ്യുന്നില്ല, അതുവരെ സഹിച്ചിരിക്കാൻ അവർക്ക് മനസ്സില്ലാത്തത് കൊണ്ട് അവരെന്ത് ചെയ്തു? സാറ പറഞ്ഞു ഹാഗറിനെ കൊണ്ട് നീ എന്ത് ചെയ്യാൻ? ഭാര്യയാക്കി കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ഹാഗർ എന്ത് ചെയ്തു? ഹാഗറിന് ആദ്യമേ ഒരു കുഞ്ഞിനെ ദൈവം നൽകി, അല്ലേ? എന്നാൽ വാഗ്ദത്ത സന്തതിയായിട്ട് ദൈവം തന്റെ പദ്ധതിയിൽ ഒരുക്കിയിരിക്കുന്ന ആരെയാണ്? അബ്രഹാമിലുള്ള ഈ സാറയിൽ ഉണ്ടാകുന്ന സന്തതി പരമ്പരയാണ് എന്ത് ചെയ്യുന്നത്? വാഗ്ദത്ത സന്തതി. ഇസ്മായിൽ എന്ത് ചെയ്തു? ആണ് ജനിച്ചത്. ഈ ഇസ്മായിലിനെയും ഈ ഹാഗറിനെയും അവസാനം ഈ സാറ തന്നെ എന്ത് ചെയ്തു? കളയാൻ വേണ്ടി പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ മനുഷ്യൻ്റെതായിട്ടുള്ള ചില ഐഡിയകൾ കാണും. ദൈവത്തോട് അനുവാദം ചോദിക്കാതെ, ദൈവത്തിന്റെ ഹിതം അറിയാതെ, അങ്ങനെ ഒരു സമയത്ത് വീണ്ടും പ്രശ്നത്തിലേക്ക് എന്ത് ചെയ്യുന്നു? പലരും അങ്ങനെ തന്നെയാണ്. ദൈവത്തിന്റെ അനുവാദമോ ദൈവത്തിന്റെ ഹിതമോ അന്വേഷിച്ച് ആരായുകയോ ചെയ്യാതെ തന്നിഷ്ടത്തിൽ പലതും കാട്ടിക്കൂട്ടി വെച്ചിട്ട് അവസരം ദൈവത്തിന്റെ ഹിതം ഇന്നതെന്ന് അറിഞ്ഞ് ചെയ്യുവാൻ സത്യവേദ പുസ്തകം നമ്മൾ എന്ത് ചെയ്യുന്നു? ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പറയുന്നത് സ്വന്തം വഴിയുടെ ഫലം അനുഭവിക്കുന്ന ഒരവസ്ഥ. വീണ്ടും അതിന്റെ 33ാമത് വാക്ക് പറയുന്നത് അറിയാവോ? എന്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കുകയും ദോഷഭയം കൂടാതെ സ്വൈര്യമായിരിക്കുകയും ചെയ്യും. അപ്പോ ഈ ലോകത്ത് സ്വൈര്യം, സമാധാനം, ആ ഒരു സന്തോഷം അനുഭവിക്കുവാനാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നത്, അല്ലേ? മനസ്സമാധാനത്തോടെ ഇരിക്കാൻ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഏറ്റവും വലിയ കോടീശ്വരനായിരിക്കുന്ന വ്യക്തി ഈ ചിന്തിച്ചാണ് എന്ത് ചെയ്യുന്നത്? അയാൾക്ക് ഉറക്കം പോലും ഇല്ലാതിരിക്കുന്നത്. കാരണം അതെല്ലാം മനുഷ്യന്റെ പദ്ധതിയാണ്. അടുത്തൊരു മനുഷ്യൻ എന്ത് ചെയ്യും? ഇന്ന് നാം ഈ കാണുന്ന ഭൂമിയെ പോലെ 6 ഭൂമിയെ വിസ്തരിക്കാനും ഉള്ള സാധനം മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ന് എല്ലാ രാഷ്ട്രങ്ങളോട് കരുതി വെച്ചിട്ടുണ്ട്. എല്ലാവരും കരുതി വെച്ചിട്ടുണ്ട്. ബോംബ് പോലുള്ളതായ ആറ്റം ബോംബ് പോലുള്ള കാര്യങ്ങൾ, അല്ലേ? അപ്പോ അങ്ങനെയാണെങ്കിൽ പിന്നെ സിസ്റ്റാകൊക്കെ എന്ത് ചെയ്യും? നിക്ഷേപമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം നമ്മളിന്ന് പാടിയ പോലെ നമ്മുടെ നിക്ഷേപം ആരായിരിക്കണം? അല്ലേ? അതായിരിക്കണം നമ്മുടെ നിക്ഷേപം എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെ ലോകം മുഴുവനും ചിത്രീകരിക്കുന്നതായ കാര്യങ്ങൾ ഒന്നും എന്താണ് ഒരിക്കലും അമേരിക്കൻ പ്രസിഡന്റിന്റെ വാക്കുകൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടിക്കടി എന്ത് ചെയ്യുന്നു? ഇറാനുമായിട്ട് യുദ്ധം ഉണ്ടാകുന്നു. വീണ്ടും അവർ വേറൊരു വഴി കൂടെ സമാധാന ചർച്ച എന്ന് പറയും. എന്നാലും വേറൊരു വഴി കൂടെ അടുത്തൊരു എന്ത് ചെയ്യും? വീണ്ടും ഇടുന്ന ഒരവസ്ഥ. ഇന്ത്യൻ ഭടന്മാരായിട്ടുള്ള 13 പേര് മരണപ്പെട്ടു കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട്. അതുകൊണ്ട് ഇനി ആരും ആ വഴിയുള്ള കപ്പലിൽ പോകുന്നവരുടെ കൂട്ടത്തിൽ ഇന്ത്യക്കാരന്മാരും കയറുന്നു. മറ്റു രാജ്യങ്ങളിൽ വിവിധ കപ്പലുകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുണ്ടല്ലോ, അവരുടെ ജീവൻ ആര് സമാധാനം പറയും? അപ്പോ ഈ രീതിയിൽ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ എങ്ങനെയൊക്കെ പദ്ധതി ഒരുക്കിയാലും എവിടെയെങ്കിലും പാളിച്ചകൾ ഉണ്ടാകുന്നതായ ഒരു അവസ്ഥ, അല്ലേ? ദൈവം പറഞ്ഞു ജലപ്രളയം. നിങ്ങൾക്കറിയാമോ, നമുക്കിവിടെ 2 ദിവസമായിട്ട് മഴയില്ലല്ലേ? എല്ലാ വളർച്ചയും അറിയുന്നവരുമില്ല, അല്ലേ? നമ്മൾ എന്തുമാത്രം ദൈവം തന്നെ നമ്മുടെ പോലെ കാത്തു പരിപാലിക്കുന്നത് ഓരോ ദിവസവും, അല്ലേ? ആ ദൈവത്തിന് വേണം നാം എന്ത് ചെയ്യാൻ? നന്ദി പറയുവാൻ. അങ്ങനെയാണെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികളിൽ 1:4 പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ
നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം ആദ്യം അല്ല ഇവിടെ ഉണ്ട്, ഇവിടെയാണത്. അത് ഇവിടെയാണ്, ബംഗാൾ ഉൾക്കടലും ഉണ്ട് ഇവിടെ. ഇവിടെ കന്യാകുമാരിയിൽ ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും അല്ലേ. പിന്നെ ഇതോ അറബിക്കടലുണ്ട്. മൂന്നാണ് ഇവിടെ, ഉൾക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം, കന്യാകുമാരി. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ഒരു സ്ഥലത്ത് തന്നെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സൂര്യാസ്തമയവും ഉദയവും നമുക്ക് കാണാൻ പറ്റുമല്ലോ അല്ലേ. സൂര്യാസ്തമയവും സൂര്യോദയവും ഒരു സ്ഥലത്തു നിന്ന് തന്നെ കാണാൻ പറ്റുന്നതായ സ്ഥലമാണ് കന്യാകുമാരി. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ കയറി കിടക്കുകയാണ് കടലിലേക്ക്. അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ രണ്ട് സ്ഥലത്തും ഇത് കാണാൻ പറ്റും. സൂര്യാസ്തമയവും ഉദയവും നമുക്ക് എന്ത് പറ്റും, ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റുന്നതായ ഒരു പ്രത്യേകത ഇതുണ്ട്. നിങ്ങൾക്കറിയാമോ കേരളത്തിൽ ഏറ്റവും ആദ്യം നേരം വിളിക്കുന്ന പറയാം ല്ല ഭൂമിയിൽ ആദ്യമായിട്ട് നേരം വിളിക്കുന്ന ഒരു സ്ഥലം അവിടെ. മൂന്നരയ്ക്ക് വെയിലടിക്കുന്ന എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. സാധിക്കും, സൂര്യന്റെ സാധിക്കും അറിയാൻ പറ്റും, കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞർ പറയുകയാണ് നാഗല്ലൻ അല്ലേ. നാഗല്ലൻ അല്ലേ, നാഗല്ലൻ. ഞങ്ങൾ സ്കൂളിൽ പണ്ട് പഠിച്ചിട്ടുണ്ട്, നാഗല്ലനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, കൊളാമ്പസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തായിരുന്നാലും ഇവരെന്താ പറയാ, ഒരു സ്ഥലത്ത് നിന്ന് നോക്കിയത് കാണാൻ പറ്റില്ല, കപ്പൽ യാത്ര ചെയ്യുന്നതിലൂടെയാണ് ഇവർക്ക് എന്ത് ചെയ്യുന്നത്, അതവർക്ക് മനസ്സിലായത് എന്നുള്ളതാണ്. അപ്പൊ എന്തായിരുന്നാലും ശരി, ഭൂമി ഉരുണ്ടിരിക്കുന്ന ഈ ഭൂമിയെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടാണ്, ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എന്ത് ചെയ്യണം, സുവിശേഷം എത്തണം. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇതായത് ഒരേ ശബ്ദം, ഒരേ അല്ലേ, ഒരേ ദൗത്യം, എല്ലാവരും ഒരേ ദൗത്യത്തിന്റെ കീഴിൽ എന്ത് ചെയ്യുന്നു, ഒരേ ശബ്ദത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വിളിച്ചു പറയുകയാണ്. യേശു ക്രിസ്തുവിന്റെ സ്നാനം നടന്നിട്ട് 2000 വർഷം തികയുന്നു. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ക്രിസ്തുവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന സാഹചര്യത്തിൽ ത്രിവിധ ദൂതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിളിച്ചതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രോഗ്രാമായിട്ട് നമ്മളിനി പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യം ചെയ്താലും ഈ ബോർഡ് വയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെ പള്ളിയുടെ മുമ്പിൽ എന്ത് ചെയ്യുന്നത്, അത് വെച്ചിരിക്കുന്നത് ഒരേ ശബ്ദത്തിൽ അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും ഇത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ ഈ ഭാഗം, ഒരു ഭാഗം ഞാൻ വായിച്ചത്. പരിശുദ്ധാത്മ ലഭിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, യെരുശലേമിലും യഹൂദിയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. ആ
ഒരു സാക്ഷികളാകാനായിട്ട് സർവശക്തനായ ദൈവം നമ്മെ എടുത്ത് നമ്മുടെ ദൈവം ഉപയോഗിക്കുന്നുവെങ്കിൽ ആ ദൗത്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പങ്കാളികളാകണം. ഗലാത്യലേഖനം 2:5 ഇങ്ങനെ പറയുന്നത്, സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് നിങ്ങൾ എന്ത് ചെയ്യണം? അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങി കൊടുത്തില്ല, ദരിദ്രരെ നിങ്ങൾ ഓർത്തുകൊള്ളണം എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യുവാൻ ഉത്സാഹിച്ചിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനത്തിൽ ഈ വിവരങ്ങളൊക്കെ എന്ത് ചെയ്തു? നമ്മെ അറിയിച്ചു കൊണ്ടിരിക്കുന്നു. അതായത് കൂടുതലും എന്താ പറയാ, ജീവിക്കാൻ സാഹചര്യങ്ങളുള്ള സാധാരണക്കാരോടാണ്. അതെ, അപ്പോ അത് കൂടുതലും അതുകൊണ്ടാണെന്നറിയോ, സർവ്വസാധാരണക്കാരായ അവരുടെ യേശുക്രിസ്തുവിന്റെ ശബ്ദം, യേശുക്രിസ്തുവിന്റെ സാമീപ്യം അവർ ശരിക്കും അനുഭവിച്ചറിയുമ്പോൾ നമുക്ക് അതിലൊരു വരുന്നത്. യേശുക്രിസ്തുവിന്റെ സാമീപ്യം വ്യക്തികളിലൂടെ ചിലപ്പം പല രീതിയിലും ഇടപെടുന്നു. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടാണ് കപ്പലിൽ കുറെ കള്ളന്മാർ പോയ കഥ അല്ലേ? ഒരു പേപ്പറാണ് അവരെന്ത് ചെയ്തത്? ആ ദ്വീപിലുണ്ടായിരുന്ന സകല കള്ളന്മാരും മാനസാന്തരത്തിന് ഇടവരുത്തിയത്. ഒരു പേപ്പർ വഴിയിൽ ആരോ തിന്നിട്ട് പൊഴിഞ്ഞ് വെച്ചിരുന്ന ഒരു പലഹാരം പോയി വെച്ചിരുന്ന ആ ഒരു പേപ്പർ എഴുതി കിടന്നു. അതെന്ത് ചെയ്തു? വായിച്ചു. ട്രാക്ട് വായിച്ചിട്ട് മാനസാന്തരപ്പെട്ട ആളുകളുണ്ട്. തന്നെയാണല്ലേ? എന്നാലോ ഈ അക്ഷരമാണല്ലേ, ആ അക്ഷരത്തിനാണ് പ്രാധാന്യം ഉള്ളത്. ഒരു ബുക്കായിട്ടിരുന്ന് കഴിഞ്ഞാൽ ഒന്നുമില്ല, പ്രാധാന്യമില്ല. അത് അക്ഷരത്തിന് പ്രാധാന്യമുണ്ട്. അക്ഷരത്തിന് മൂർച്ചയേറിയതായ ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള മൂർച്ചയേറിയതായ വാളിനേക്കാളും പവർ എന്നാണ് പറയുന്നത് അല്ലേ? ദൈവത്തിന്റെ ശബ്ദം അത് വാക്കുകളാൽ എഴുതപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ ദൈവം തന്റെ ശബ്ദം കൈകളിൽ എഴുതപ്പെട്ടതായ ദൈവത്തിന്റെ 10 കൽപ്പനകളെ അത് അനുസരിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നാം വിശ്വസ്തയോടെ നിൽക്കുമെങ്കിൽ അതിന്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടാകുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും ഈ പറഞ്ഞതായ ദൗത്യത്തിൽ, നേരത്തെ വായിച്ചതായ ദൗത്യത്തിൽ, ഓൺ വോയിസ് 27 മിഷൻ ഫോർ ആൾ, ഇതിൽ നമുക്കും പങ്കാളികളാകാം. അതിനായി ദൈവം നമ്മെ എല്ലാ രീതിയിലും സഹായിക്കുമാറാകട്ടെ. സൗത്ത് കേരള സെക്ഷന്റെയും ഒപ്പം തന്നെ സർക്കിളിന്റെയും യൂണിയന്റെയും ഡിവിഷന്റെയും DC-യുടെ ഒക്കെ തീരുമാനപ്രകാരം അത് നമ്മളിലൂടെയും നിറവേറുവാൻ സർവശക്തനായി ഇടവരട്ടെ എന്ന് മാത്രം പറഞ്ഞ് എന്റെ തിരുവന ഭാഗത്തിൽ നിന്നുള്ളുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സൺഡേ വർഷിപ്പിന്റെ അവസാനമായി എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നിന്ദാനം ഞാൻ എന്ന ഗാനം പാടി പാസ്റ്റമായി പ്രാർത്ഥിക്കും. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, അങ്ങെന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, അങ്ങെന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു,
നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ, യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ, നന്ദി കൊണ്ടെൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നന്ദി കൊണ്ടെൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. യേശുവേ എൻ ദൈവമേ, അങ്ങെന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, അങ്ങെന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ദൈവമേ അങ്ങേ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. ദൈവമേ അങ്ങേ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. അന്നു ഞാൻ അന്യനായ അനാഥനായ, എന്നാലിന്നോ ഞാൻ ധന്യനായി. അന്നു ഞാൻ അന്യനായ അനാഥനായ, എന്നാലിന്നോ ഞാൻ ധന്യനായി. യേശുവേ എൻ ദൈവമേ, അങ്ങെന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, അങ്ങെന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനും നല്ലവനുമായ ഞങ്ങളുടെ സർവശക്തനായ ദൈവമേ, അനുഗ്രഹമേറിയതായ ഒരു ദൈവമേ സൺഡൗൺ ആരാധനയുടെ അവസാന ഭാഗത്തേക്ക് കർത്താവേ അടിയങ്ങൾ കടന്നു വരുന്നു. പകൽക്കാലം അത്രയും അങ്ങയുടെ കൃപാസാന്നിധ്യം ഞങ്ങളിൽ ഉണ്ടായിരുന്നുവല്ലോ. കൃപാസാന്നിധ്യത്താൽ ദൈവമേ ഞങ്ങളെ നിറച്ചതിനെ ഓർത്ത് സ്തുതിക്കുന്നു. ദൈവമേ ഇതുവരെ നമ്മുടെ ആരാധനയിൽ പങ്കെടുത്തിട്ട് ദൈവമേ കർത്താവ് ഭവനങ്ങളിലേക്ക് കടന്നുപോയതായ കുടുംബങ്ങളായ വിശ്വാസി കുടുംബങ്ങളായ എല്ലാവരെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരുന്നു. വരും ദിവസങ്ങളിൽ ആവശ്യം വേണ്ടുന്നതായ ഉപജീവന മാർഗങ്ങൾ ദൈവമേ അവർക്ക് എല്ലാവർക്കും പകരണം. യാത്രയിലും അങ്ങയുടെ സാന്നിധ്യത്താൽ നിറച്ച് കർത്താവെ അവരൊക്കെ വഴി നടത്തണം. വരാമായിരുന്ന ആപത്തുകൾ, അനർത്ഥങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, ഭാരങ്ങളിൽ നിന്നെല്ലാം നീ അവരെ കാത്തു പരിപാലിച്ച് വിടുവിക്കുന്ന വൻകൃപയെ സ്തുതിക്കുന്നു. കൃപയാൽ നീ ഞങ്ങളെ തുടർന്നും കാത്തുകൊള്ളണം. വരുന്ന ശബദിൽ ഞങ്ങൾ പ്രഭാതത്തിൽ പരസ്പരം കണ്ട് ക്രിസ്തുവിൽ സന്തോഷം പങ്കിടുന്നവരായി തിരുവനന്തപുരം സർവേശ്വര അങ്ങ് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും. അടികളുടെ മടക്കയാത്രയിലും അങ്ങ് കൂടെ ഇരിക്കും. സകലതും കർത്താവെ ഞങ്ങളുടെ സന്നിധിയിൽ താഴ്ത്തി പരമേൽപ്പിക്കുമ്പോൾ കൃപയോടെ പ്രാർത്ഥന കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം ശരിക്കണമേ, തിരുരാജ്യം വരണമേ, തിരുവിശ്വസ്വത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരുടെ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപക്കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷപ്പെടുത്താതെ സകല ദുഷ്ടവും ഞങ്ങളുടെ രാജ്യവും ശക്തിയും മഹത്വവും നീക്കും നീക്കുള്ളതല്ലോ. ആശീർവാദം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും നമ്മേവരെയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും കൂട്ടായ്മയും കാവലും പ്രാർത്ഥിച്ചതായ എല്ലാവരോടും, ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവജനത്തോടും എല്ലാ വിഷയങ്ങളോടും, ഈ ദേശത്തോടും ദേശവാസികളോടും ഈ ആലയത്തോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ.